വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. കുട്ടികൾക്ക് ആധാറില്ലാത്തത് അധ്യാപകർക്ക് ആധിയാകുന്നു. പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് സ്ഥിരം ആധാർ നമ്പർ ലഭിക്കാത്തത് അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക. വിദ്യാർത്ഥികളുടെ എണ്ണമെടുക്കുന്ന 6-ാം പ്രവൃത്തി ദിനം നാളെയാണ്. ആധാറുള്ള കുട്ടികളെ മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് സർക്കാർ ഉത്തരവ്. 1-ാം ക്ലാസ് പ്രവേശന സമയത്താണ് കുട്ടികൾ ആധാറിന് അപേക്ഷിക്കുന്നത്. പലർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയവരിൽ ഭൂരിപക്ഷത്തിനും താൽക്കാലിക നമ്പറാണ്. കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിലും ആധാറിൽ താൽക്കാലിക നമ്പർ ആണെങ്കിൽ കണക്കിൽ പെടുത്തരുതെന്നാണ് ഉത്തരവ്. താൽക്കാലിക നമ്പർ ലഭിച്ച കുട്ടികളെയും ഉൾപ്പെടുത്തണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. 2020-21 അധ്യയന വർഷം മുതലാണ് ആധാർ നിർബന്ധമാക്കിയത്. കടുവയും നായയും ഒരേ കുഴിയിൽ കഴിഞ്ഞത് 10 മണിക്കൂർ. നായയെ ഓടിച്ച് 15 അടി താഴ്ചയുള്ള കുഴിയിൽ വീണ കടുവ അതിനെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ഒപ്പം കഴിച്ചു കൂട്ടിയത് 10 മണിക്കൂർ. മുകളിൽ ഇരുമ്പ് ഗേറ്റും വലയും ഇട്ട് മൂടി വനപാലകർ വരാൻ സ്ഥലമുടമ കാത്തിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കടുവയെ കുഴിയിൽ കണ്ടെത്തിയത്. ഉച്ച കഴിഞ്ഞ് വനപാലകർ വെടിവെച്ചു മയക്കി കുഴിയിലിറങ്ങി വലയ്ക്കുള്ളിലാക്കി വലിച്ചു കയറ്റി. നായയെയും മയക്കുവെടി വെച്ചാണ് പുറത്തെത്തിച്ചത്. കട്ടപ്പന മയിലാടുംപാറ കടുക്ക സിറ്റിയിലെ സണ്ണിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് ഇവ വീണത്. നായയുടെ കുര കേട്ടാണ് അറിഞ്ഞത്. നായ കടുവയെ കടിച്ചുവെന്നും സംശയിക്കുന്നു. അതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയ ശേഷമായിരിക്കും കടുവയെ തുറന്നുവിടുക. കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് അണക്കര ചെല്ലാർ കോവിൽമെട്ട്. ബ്ലോഗർ ഷാജഹാനെതിരെ ശക്തമായ പ്രതിഷേധം. കേരളത്തിൽ നിന്നുള്ള ട്രാവൽ ബ്ലോഗർ മാഹീൻ ഷാജഹാൻ ഏതാനും വിദേശ സ്ത്രീകൾക്കൊപ്പം ഒരു ക്ഷേത്രം സന്ദർശിക്കുകയും അവരുടെ നെറ്റിയിൽ സിന്ദൂരം തൊടുകയും ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നെറ്റിസൺസിനിടയിൽ ഈ ദൃശ്യങ്ങൾ ചർച്ചയാവുകയും ചെയ്തു. തൊടുപുഴയിലെ ആരവല്ലിക്കാവിലുള്ള ശ്രീ ദുർഗാ ഭദ്രാദേവി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത്. 4 വിദേശ സ്ത്രീകളുമായാണ് ബ്ലോഗർ ക്ഷേത്രത്തിലെത്തിയത്. ദൃശ്യങ്ങളിൽ ഇയാൾ വിദേശ സ്ത്രീകൾക്ക് സിന്ദൂരം തൊട്ടുകൊടുക്കുന്നത് കാണാം. ദൃശ്യങ്ങൾ വിവാദമായതോടെ മാഹീൻ ഷാജഹാൻ പ്രതികരണവുമായി രംഗത്തെത്തി. വിവാഹിതരായ ആളുകൾ സിന്ദൂർ ഇടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും മറ്റാർക്കും ഇത് ഇടാൻ കഴിയില്ലെന്നും എനിക്ക് അറിയില്ലായിരുന്നു, മാഹീൻ ഷാജഹാൻ വ്യക്തമാക്കി. ഷാജഹാന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കിട്ട ദൃശ്യങ്ങൾക്ക് നെറ്റിസൺസ് കടുത്ത വിമർശനമാണ് നൽകിയത്. കാലവർഷം വീണ്ടും ശക്തമാകുന്നു. സംസ്ഥാനത്ത് ചെറിയൊരിടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ഈ ആഴ്ച കേരളത്തിൽ കാലവർഷം സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. നാളെ കഴിഞ്ഞ് കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. കാലവർഷക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതാണ് സമീപ ദിവസങ്ങളിൽ കാലവർഷം ദുർബലമാകാൻ കാരണമായത്. കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ ഈ ആഴ്ച ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ നിന്നും കണ്ടെത്തിയത് LED ബൾബ്. വിട്ടുമാറാത്ത ചുമയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ നിന്ന് പുറത്തെടുത്തത് LED ബൾബ്. ഗുജറാത്ത് ജുനഗഡ് സ്വദേശികളായ ജുനൈദ് യൂസഫ് തബാസും ദമ്പതികളുടെ മകൻ മുഹമ്മദിന്റെ ശ്വാസനാളത്തിൽ നിന്നാണ് LED ബൾബ് കണ്ടെടുത്തത്. കളിപ്പാട്ടത്തിൽ ഉണ്ടായിരുന്ന LED ബൾബ് കുട്ടി അബദ്ധത്തിൽ വിഴുങ്ങിയതാണെന്നാണ് കരുതുന്നത്. 2 ആഴ്ചയായി മാറാതെ നിന്ന ചുമയെ തുടർന്നാണ് മാതാപിതാക്കൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ നടത്തിയ ബ്രോങ്കോസ്കോപ്പിയിലൂടെയാണ് കുട്ടിയുടെ ശ്വാസനാളത്തിൽ നിന്ന് LED ബൾബ് പുറത്തെടുക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൃഷ്ണകുമാറിനെതിരെ വിവാദം മുറുകുന്നു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ കവടിയാറിലെ O/OC എന്ന ആഭരണക്കടയിലെ സ്ഥാപനത്തിൽ നടന്ന പണത്തിരിമറിയുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകി. ജീവനക്കാർ നൽകിയ കേസിൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിരിക്കെ ജീവനക്കാർ വീഴ്ച സമ്മതിക്കുന്നു എന്ന് സ്ഥാപിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു പുറത്തുവിട്ടു. കൃഷ്ണകുമാറിന്റെ ഫ്ളാറ്റിൽ വെച്ച് ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിക്കുന്നതും അവരുടെ വെളിപ്പെടുത്തലുമാണ് വീഡിയോയിലുള്ളത്. അതേസമയം ജീവനക്കാരുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ, വധഭീഷണി, മർദ്ദനം, ജാതീയ അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നീ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് വെള്ളിയാഴ്ചയാണ് കേസെടുത്തത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു, മകൾ ദിയ കൃഷ്ണ, കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്.
ജീവനക്കാരായ വിനിത, ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവർ 69 ലക്ഷം തട്ടിച്ചെന്ന് കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയതോടെയാണ് കേസിന്റെ തുടക്കം. സ്ഥാപനത്തിൽ സാധനം വാങ്ങാൻ എത്തുന്നവർ പണം അയക്കാനായി QR കോഡ് ചോദിക്കുമ്പോൾ സ്വന്തം ഫോണിലെ കോഡാണ് കാണിച്ചു കൊടുക്കാറുള്ളതെന്നും വീഡിയോയിൽ അവർ പറയുന്നു. രണ്ടു പക്ഷത്തിന്റെ കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. ബാലയ്യയ്ക്ക് നാളെ 65ാം പിറന്നാൾ. തെലുങ്ക് സൂപ്പർ സ്റ്റാർ നന്ദമുരു ബാലകൃഷ്ണയ്ക്ക് നാളെ 65ാം പിറന്നാൾ. മാസ് ആക്ഷൻ പരിവേഷത്തിൽ ഇപ്പോഴും വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആരാധകരുടെ സ്വന്തം ബാലയ്യ. അടുത്തിടെ അഖണ്ഡ, വീരസിംഹ റെഡ്ഡി എന്നീ ചിത്രങ്ങളിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. തെലുങ്കിൽ വിപണി മൂല്യമുള്ള നായകനായി തുടരുന്ന നന്ദമുരി ബാലകൃഷ്ണ പ്രമുഖ തെലുങ്ക് നടനും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിന്റെ മകനാണ്. ആരാധകർക്ക് പിറന്നാൾ സമ്മാനമായി ബാലയെ തന്നെ 111ാമത്തെ സിനിമ ഇന്നലെ പ്രഖ്യാപിച്ചു. ചരിത്ര ഇതിഹാസമായി ഒരുക്കുന്ന ചിത്രം ഗോപിചന്ദ് മലിനേനി സംവിധാനം ചെയ്യുന്നു. പൊതുവിദ്യാലയങ്ങൾ പൂട്ടി എന്ന വാർത്ത വ്യാജമെന്ന് മന്ത്രി ശിവൻകുട്ടി. LDF സർക്കാർ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി എന്ന പ്രചാരണം വ്യാജമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDFന്റെ പുതിയ നമ്പരാണിത്. UDF സർക്കാർ തകർത്ത പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൈപിടിച്ചുയർത്തിയത് LDF സർക്കാരാണ്. 5000-ലധികം കോടിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചിലവഴിച്ചത്. നിലമ്പൂരിലും അതിന്റെ തെളിവുകളുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം മിഷനും ഉണ്ടാക്കിയ ആത്മവിശ്വാസം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലുതാണ്. 11 ലക്ഷത്തോളം കുട്ടികൾ അധികമായി പൊതുവിദ്യാലയങ്ങളിലെത്തി. ഇത്തരം കാര്യങ്ങൾ മറച്ചുപിടിക്കാനുള്ളതാണ് സ്കൂൾ പൂട്ടൽ വാദമെന്ന് മന്ത്രി വ്യക്തമാക്കി. കായിക ലോകം. ക്രിക്കറ്റ് ലോകകപ്പിന് 50 വയസ്സ്. ക്രിക്കറ്റിന്റെ മഹോത്സവമായ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് കൊടിയേറിയിട്ട് അരനൂറ്റാണ്ട്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിന് 1971 തുടക്കമായെങ്കിലും ഏകദിന ലോകകപ്പ് യാഥാർത്ഥ്യമായത് 1975 മാത്രം. ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ മത്സരത്തിന് വേദിയൊരുക്കിയത് ക്രിക്കറ്റിന്റെ പുണ്യഭൂമിയായ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ആണ്. 1975 ജൂൺ 7. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. സുഗന്ധവ്യഞ്ജനമായ ജാതിക്കയ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. ജാതിക്ക, ജാതിപത്രി എന്നിവയിൽ നിരവധി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ സന്ധിവാതം, ക്യാൻസർ, പ്രമേഹം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ്. വേദന സംഹാരിയായ ജാതിക്ക തൈലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. വായിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള രോഗാണുക്കളെ ഇല്ലാതാക്കി ദന്തപ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും വിഷാദ ലക്ഷണങ്ങളെ അകറ്റാനും ജാതിക്ക ഫലപ്രദമാണ്. ദഹന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കാനും ജാതിക്ക സഹായിക്കുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.